ഇന്നലെ തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഭാഗമായി വോളണ്ടിയർ പ്രവർത്തനത്തിൽ, രക്ഷാപ്രവർത്തനത്തിൽ എല്ലാവരും ചേർന്നുകൊണ്ട് ഇടപെടുകയാണ്. എല്ലാവരും ഉണ്ട്. മുൻ MLA നമ്മുടെ ശശിയേട്ടനുണ്ട്, നമ്മുടെ CPIM ജില്ലാ സെക്രട്ടറി റഫീഖ് ഉൾപ്പെടെയുള്ള LDF നേതാക്കന്മാരുണ്ട്, DYFI ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടന പ്രവർത്തകരെല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇതിൻ്റെ ഭാഗമായി രക്ഷാപ്രവർത്തനത്തിൽ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംസാരം ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ നടത്തണമെന്നുള്ളത് നന്നായിട്ട് ആലോചിക്കണം. അപക്വമായ പ്രസ്താവനകൾ തുടർച്ചയായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്നലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മന്ത്രി ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് പറയുന്നു, മറ്റൊരു മന്ത്രി ഇതിൻ്റെ വകുപ്പിൻ്റെ പ്രശ്നമല്ല വേറെ വകുപ്പാണെന്ന് പറയുന്നു, വേറൊരു മന്ത്രി ഇത് പഴയ സർക്കാരിൻ്റെ കുറ്റമാണെന്ന് പറയുന്നു, മുഖ്യമന്ത്രി ഇത് കരാറുകാരാണ് ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറയുന്നു. ഇതൊക്കെ സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. മണ്ണ് എടുത്തു മാറ്റാൻ കരാറുകാരോട് പറഞ്ഞിട്ട് കരാറുകാർ ചെയ്തില്ല എന്ന വിഷമത്തിലാണ് മുഖ്യമന്ത്രി. ആ പരാതിയാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ പൗരനും വിഷമം പറയാനുള്ള അല്ലെങ്കിൽ പരാതി പറയാനുള്ള, ആ പരാതി കേൾക്കാനുള്ള ഒക്കെ ഉള്ള മനുഷ്യനാണ് മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നയാൾ. അപ്പോൾ പരാതി പറയാൻ വേണ്ടി പോകുന്നവരുടെ മുമ്പിൽ അതിലും വലിയ പരാതിയാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ ഏറ്റവും വലിയ പരാതിക്കാരനാവുകയാണ്. മണ്ണ് എടുത്തു മാറ്റാൻ വേണ്ടി പറഞ്ഞ് മണ്ണ് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ അത് മാറ്റിക്കാൻ ഒരു സർക്കാരിന് സാധിക്കില്ലേ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം തന്നെ മാറ്റിക്കാൻ പറ്റുമല്ലോ. ഇനി ഈ കരാറുകാർ മാറ്റിയിട്ടില്ലെങ്കിൽ സർക്കാരിന് മറ്റ് സംവിധാനങ്ങൾ വഴി മാറ്റാലോ. അതൊക്കെ എന്തുകൊണ്ട് ചെയ്തില്ല? ഇപ്പം അത് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട സമയമല്ല. അതെ, ഒരു സംശയം വേണ്ടതില്ല. മനുഷ്യനിർമ്മിതം എന്ന് ഒരു മന്ത്രി തന്നെ പറയുകയാണ്. ഏത് മനുഷ്യക്കാരനാണ്? കരാറുകാരനാണോ? ആ കരാറുകാരെ നിയന്ത്രിക്കേണ്ട ഉദ്യോഗസ്ഥരെന്ന മനുഷ്യരാണോ? ആ ഉദ്യോഗസ്ഥരെ ചലിപ്പിക്കേണ്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടങ്ങിയ മനുഷ്യന്മാരാണോ? അതൊക്കെ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം തന്നെയാണ്, ചർച്ച ചെയ്തു പോകേണ്ട പ്രശ്നമാണ്. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ പക്വതയോടുകൂടി സംസാരിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറാകണം. എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തേണ്ട സമയത്ത് പഴയ സർക്കാരിൻ്റെ കുഴപ്പമെന്നൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞുകൊണ്ട് തെറ്റായ നിലയിൽ പോകാൻ ശ്രമിക്കുന്നതും, ഒരു വകുപ്പ് മറ്റൊരു വകുപ്പിന് മേൽ കുറ്റം ചാർത്താൻ ശ്രമിക്കുന്നതും, പാസിംഗ് ദി ഡോൾ പോലുള്ള പരിപാടികൾ മന്ത്രിമാർ നടത്തപ്പെടില്ല അവിടെ കൊടുക്ക് എന്ന് പറയുന്ന രീതിയും ഒക്കെ ഒഴിവാക്കുന്നതാണ് പക്വമായ ഒരു ഗവൺമെൻറ്റിന് ചേർന്നത്. അത് ഇനിയെങ്കിലും അതിന് തയ്യാറാകാൻ ബന്ധപ്പെട്ടവർ മുന്നിട്ടിറങ്ങണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളിലെല്ലാം ആദ്യം മുതൽ ഇതിൻ്റെ അവസാനം വരെ ഞങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനത്തിലുണ്ട്. അത് ഞങ്ങൾ ഇനിയും ഉണ്ടായിരിക്കും, തുടർന്ന് പോകും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇവിടേക്ക് വരുന്നുണ്ട്, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. അപ്പോൾ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി നിൽക്കേണ്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതിന് തയ്യാറാവണം. സംസാരത്തിലൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിച്ചു പോകണം.